നോക്കൂ, ഒരു നിഴൽ അങ്ങോട്ട് പോകുന്നത് കണ്ടോ? ആ, ഞാനും കണ്ടു. അതെന്താണ്? എടി ശാന്തി, ഞാൻ കണ്ടു. എന്താ നീ കണ്ടേ? ഇന്നലത്തെ രൂപം ഞാൻ കണ്ടടി. അത് പെണ്ണാണോ അല്ലെങ്കിൽ ആണാണോ? പെണ്ണായിരിക്കും. പെണ്ണേക്കല്ലേ ഇപ്പൊ കുറച്ച് ഇളക്കം കൂടുതല്. അടി, ഓളെ മുഖത്ത് നോക്ക്, മാസ്ക്. ഓളെ ആരെയും പിടിച്ചു കൊണ്ടുവന്ന പോലെ. ഓളെ ഭംഗി കണ്ടിട്ട്. എടി നോക്ക്, ഓളെ കയ്യിലൊരു പച്ചക്കുപ്പി. MDMA ആയിരിക്കും. അത് കലക്കിക്കൊണ്ടുവന്ന വഴിയായിരിക്കും, ഉറപ്പാ. ഇത് നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? ഓ വേണ്ടാടി, ഇത് നമുക്ക് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. നാളെ നോക്കാം. ഇപ്പൊ നടക്കാൻ നമുക്കൊരു ഹരം വന്നൂല്ലേ? എടി, അവള് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നാലെ പോയാലോ? നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ വന്നത്. ഇന്ന് നമുക്ക് ഓളെ പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ആടി, ഇത്ര നേരമായില്ലേ അവൾ അങ്ങോട്ട് പോയിട്ട്? ഇത് MDMA മാത്രല്ല, മറ്റതും ഉണ്ടെന്നാ തോന്നുന്നേ. എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു. കൊറേ നേരമായാലും ഇവളാണെങ്കിൽ ഇറങ്ങി വരുന്നുമില്ല. മതി ഇന്നേക്ക്, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓ, നല്ല വിശപ്പും ഉണ്ട്, ഉണ്ട്. നമുക്കിപ്പോ പോവാം. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് ഉറക്കേ കിട്ടുന്നില്ല. ഭക്ഷണം ശരിക്കും നമ്മൾ കഴിച്ചിട്ടും കൂടി ഇല്ലല്ലോ. ഇല്ല, ഇത് അറിയണ്ട, ഇതെന്താണെന്ന് അറിഞ്ഞാ മതി. തന്നെ. എന്താ ചേച്ചിമാരെ, 2-3 ദിവസമായല്ലോ എന്റെ പിന്നാലെ നിങ്ങളെ കാണുന്നു. നിന്റെ പോക്ക് അത്ര ശരിയല്ല. എന്ത് പോക്ക്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ അറിയാ? ഞങ്ങൾ കണ്ടിരുന്നു നീ എപ്പോഴും രാവിലെ MDMA കലക്കി കുടിച്ചിട്ട് പോകുന്നത്. ഞാനും കണ്ടിട്ടുണ്ട്. കണ്ടോ? ഞങ്ങൾ 2 ആളും നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞങ്ങൾക്ക് അറിയാം, എല്ലാം അറിയാം. ഞങ്ങളെന്താ പൊട്ടന്മാരൊന്നുമല്ല. അവിടെ കുറേ ആൾക്കാരുണ്ടാവൂലേ? നിന്റെ അച്ഛൻ്റെ നമ്പർ ഇതാ, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കൊടുക്കടി നിന്റെ അച്ഛൻ്റെ നമ്പർ. മര്യാദയ്ക്ക് തന്നോ? ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഓളെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. ഓള് പോയ കേസാണ്. അതെ, ഒരു നോക്ക്, അവളെ കോലം നോക്ക്. ഒരു മാസ്കും മോളും ഒരു എന്തൊരു ടൈറ്റ് പിടിച്ച ഒരു പാൻറ്റും. അത് ഒരു പെൺകുട്ടിയല്ലേ, ജീവിതം നശിച്ചുകൊണ്ടേ വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്. അതന്നെ, ഞങ്ങളെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് നിന്റെ പുറകെ നടക്കുന്നത്. നീ തെറ്റായ വഴിക്ക് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം തന്നെയാണ് ചേച്ചി. ഇപ്പോഴത്തെ കാലത്തും ഉണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. എടി, നീ എന്താ പറയുന്നേ? നല്ലത് എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാമെന്ന് വിചാരിക്കുമ്പോൾ നീ ഞങ്ങളോട് ഇങ്ങനെ കുണയ്ക്കാൻ വരുന്നു. ചേച്ചി, ഞാൻ എൻ്റെ ജിമ്മിലോട്ടാണ് എന്നും പോകുന്നത്. ഞാൻ നിങ്ങളെയും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു 2 ദിവസം. നിങ്ങൾ ഈ രാവിലെ തൊട്ട് നടക്കാനാന്ന് പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞ് നടക്കുകയല്ലേ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് അതിലുള്ളത്? മറ്റേ വീട്ടിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ ആൾക്കാർ എന്താ ചെയ്യുന്നത്? നിങ്ങളെ കാര്യം നോക്കാണ്ട് നിങ്ങൾ മറ്റാൾക്കാർ ജീവിതത്തിൽ എന്തിനാ കയറി നോക്കുന്നത്? രാവിലെ തന്നെ നിങ്ങൾ ഈ ദുഷിച്ച മനസ്സും വെച്ച് ഇറങ്ങിക്കോളും. എന്താ പ്രയോജനം? ഈ മാസ്ക് പോലും ഞാൻ ഇടുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാണ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് എൻ്റെ എനർജി, എൻ്റെ ദിവസം, എൻ്റെ മൈൻഡ്, ഇതൊന്നും എനിക്ക് നശിപ്പിക്കാൻ ആഗ്രഹമില്ല, ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വന്നിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ അതിനൊക്കെ ടൈം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടിക്ക് ഇത്രയും ദിവസം എൻ്റെ പുറകെ നടക്കുന്നുണ്ടായത്. എൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്, നിങ്ങൾ ആവശ്യമില്ല എനിക്കതിൽ. ഓരോ കരക്കമ്പികളുമായി ഇറങ്ങുന്നത് നിങ്ങൾ നിർത്തിക്കോ. എപ്പോഴും നല്ല രീതിയിൽ അവസാനിക്കണം എന്നില്ല. ഇതിപ്പോൾ ഞാനായതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിക്കണം. വേറെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ പോവാ. പറഞ്ഞിട്ട് നമുക്കൊരു വിലയില്ലല്ലോ. പോയി പണി നോക്കട്ടെ. നമുക്ക് പോവാ. ഇത്രയും നേരം നമ്മള് പാവല്ലേ വിചാരിച്ചിട്ട് ഓളെ കൂടെ നിന്നിട്ട് ഇപ്പോ ഓള് നമ്മളോട് നീ ആ തന്തപ്പിടിനെ ശ്രദ്ധിച്ചു. അത് നമ്മൾ വരുമ്പോഴേ നടക്കുന്നേ. എപ്പോ നോക്കിയാലും ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾക്കൊരു ഇളക്കം. നാളെ തൊട്ട് നമുക്ക് ഈ വഴി തന്നെ വരണം. നമുക്ക് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ഭാര്യനോട് പോയി പറയണം. എന്തിനാ ദൈവം ഇത്ര സൗകര്യം തന്നത്? എനിക്കും